Hello guys, welcome back to my YouTube channel Tech Vibes. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇതാ ഈ ബോട്ടിൻ്റെ എയർഡോപ്സ് 170 ANC എന്ന് പറയുന്ന എയർഡോപ്പ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് തന്ന ബെൽ ബട്ടൺ കൂടിയും ഒന്ന് എനേബിൾ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് അൺബോക്സിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിൻ്റെ കവർ വരുന്നത്. ഇതേ കവറിൻ്റെ എവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ 35 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് പറയുന്നത്. ANC ആണിത്. അതേപോലെ ഇതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അത് നമ്മുടെ ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു മോഡാണ്. ഇനി ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. 5 minutes equal to 100 minutes ഓഫ് പ്ലേ ബാക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. ഇതിൻ്റെ 2K ആണ് ഞാൻ കൊടുത്ത് വാങ്ങിയ പ്രൈസ്. ഇതിൽ 5990 ആണ് കാണുന്നത്. അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നിന്. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യാം. ഇതിൻ്റെ മറ്റേ തൂക്കിയിടുന്ന കവർ അത് ഒഴിവാക്കാം. നമുക്കിങ്ങനെ അൺബോക്സ് ചെയ്യാം. കവർ കാലി. ഇതാണ് സാധനം. ഇതാണ് നമ്മളെ മെയിൻ സാധനം. മാറ്റി വെക്കാം. അതെ, ഒരു ചാർജിങ് കേബിള്, ഒരു 5 വാട്ടിൻ്റെ 2 ആംപിയറിൻ്റെ ഒരു കേബിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനോടി കേബിൾ മാത്രമേ ഉള്ളൂ. നമുക്കിത് മാറ്റി വെക്കാം. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളുടെ എയർ ബഡ്സ് ആണ് അതിനോട് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് പല പല സൈസിലുള്ള ഇയർബഡ് ഇത് കണ്ട, അതാണിത്. നമുക്ക് ഇതിൽ തന്നെ ഇട്ട് വെക്കാം. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ കാണാതാവും. ഇതിലങ്ങ് ഉന്തി അങ്ങാറ്റി കൊടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. നല്ല പശയാണ് ഇവിടെ ഉള്ള. അപ്പം നമുക്കിതുപോലെ അടച്ചു വെക്കാം. പിന്നെ ഇതുപോലത്തെ കുറച്ചധികം സ്റ്റിക്കർ കിട്ടും. ഒരു 4-5 സ്റ്റിക്കർ കിട്ടും. ഇതിങ്ങനെ പറിക്കാം. ഇങ്ങനെ പറിക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പറയുന്നില്ല. ഇതുപോലെ പറിക്കാൻ പറ്റിയ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. പിന്നെ ഇതിൻ്റെ വാറണ്ടിയാണ്, വാറണ്ടി കാർഡാണ്. മാറ്റി വെക്കാം. പിന്നെ ഇതാണ് നമ്മളുടെ സ്മാർട്ട് ഗൈഡ്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് വായിച്ച് നോക്കിയാൽ എല്ലാം തിരിയും. ഇത് ലെഫ്റ്റ് റൈറ്റ് ഇതാ ക്യാപ്റ്റീവ് ടച്ച് കൺട്രോളാണ് വരുന്നത്. പിന്നെ ഇത് അങ്ങനെ കുറേ സംഭവം എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഏതൊരു മോഡുണ്ട്. ഇതിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വായിച്ചെത്തിട്ട് ലോങ് ടച്ച് എന്നൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഭാഗത്തുണ്ട്. ഇവിടെ കണ്ടാലേ ഇതിന് 500 mAh ആണ് ഇതിൻ്റെ. ഈ കേസിൻ്റെ ബാറ്ററി mAh. പിന്നെ ഈ ഇയർബഡ്സിൻ്റെ വരുന്നത് 40 mAh ആണ്. രണ്ടും കൂടി 40-50 ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. പിന്നെ 1 hour 45 minutes ആണ് നമ്മളുടെ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടത്. 20 minute ഇയർബഡ്സും ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ അൺബോക്സിലേക്ക് എടുക്കാം. ഇതൊക്കെ ചാടിക്കളയാം. അപ്പോൾ നമ്മൾ വാറണ്ടി കാർഡ് ചാടാതിരുന്നാൽ മതി. അതെ, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എയർഡോപ്സ് 170 എന്ന് പറയുന്ന മോഡൽ എയർഡോപ്സ്. ഇപ്പം നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതായി ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്ത് നിന്ന്. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എയർഡോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് എടുത്തു നോക്കാം. ഇതെടുത്തപ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഒരു നീല അടുത്ത് മിന്നി അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം കത്തി. ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ട്. കണക്റ്റായാൽ പിന്നെ പോകും. ഗൈസ്, ലൈറ്റ് വെയിറ്റാണ് ഇതും കനമൊന്നുമില്ല. നമുക്കിത് ഇതിലിങ്ങനെ പ്ലേസ് ചെയ്യാം. ഇത് ചാർജ് ചെയ്യാൻ കേബിൾ വന്നിട്ടുണ്ട്. കേബിൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. എൻ്റെ ഇത് ചാർജ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു അൺബോക്സിങ് ആണ്. പിന്നെ റിവ്യൂ പറയാൻ എനിക്കില്ല. റിവ്യൂ ചെയ്ത് ഞാൻ ഒരു
കുറച്ചായി ഇത് ഉപയോഗിക്കുന്നു, ഏകദേശം ഒരു മാസത്തിനടുത്തായി ഇത് ഉപയോഗിക്കുന്നു. നല്ല ഫോൺ, പക്ഷേ നല്ല എയർഡോപ്സ് ആണ്. പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല, നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ബൈ.